ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കാലിഗ്രാഫി ഇങ്ക്വെൽ മിക്സ് ചെയ്യുന്ന ട്യൂട്ടോറിയലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാം. കാലിഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിലൂടെ ഇടുന്നതായിരിക്കും. ഇംഗ്ലീഷ് കാലിഗ്രാഫി, അതുപോലെ അറബിക് കാലിഗ്രാഫി, ഡബിൾ പെൻസിൽ കാലിഗ്രാഫി, എല്ലാ വീഡിയോസും അതിൻ്റെ മെറ്റീരിയൽസ് ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ചാനലിലൂടെ ഇടുന്നതായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് എന്തായാലും എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. നമ്മുടെ വീഡിയോസ് മാത്രം കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കാലിഗ്രാഫി പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം വേണ്ടത് ഇതേപോലത്തെ ഒരു കുഞ്ഞു ബോട്ടിലാണ്. ഇത് ഗ്ലാസിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും എന്തിൻ്റെയും നമുക്ക് കിട്ടും. അതായത് ഒരു ചെറിയ ബോട്ടിൽ നമ്മൾ കാലിഗ്രാഫിയിലേക്ക് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പേര് വരുന്നത് ഇങ്ക് വെൽ എന്നാണ്. ഇങ്ക് വെല്ല് അല്ലെങ്കിൽ ഇങ്ക് പോട്ട് അങ്ങനെയൊക്കെയാണ് പേര് വരുന്നത്. നോർമലി നമ്മളിത് വാങ്ങിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇങ്ക് വെല്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. നിങ്ങൾ ഇതേപോലെയുള്ള ഒരു 25 ഗ്രാമിൻ്റെ ഒക്കെ ബോട്ടിൽ വാങ്ങിച്ചാൽ മതി. വാങ്ങിക്കണമെന്നില്ല, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. അതിലേക്ക് ഈ ഒരു ത്രെഡ്, ഈ ത്രെഡിൻ്റെ പേരാണ് ലിക്ക എന്ന് പറയുന്നത്. ഈ ഒരു ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് നമുക്ക് ബോട്ടിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് കാലിഗ്രാഫി ഇങ്കാണ് കേട്ടോ. കാലിഗ്രാഫി ഇങ്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ത്രെഡ്, അതായത് ഈ ലിക്ക എന്ന് പറഞ്ഞ ആ ഒരു ത്രെഡ് വെറ്റാണത് വരെ നല്ലോണം നനഞ്ഞ് കുതിരണ വരെ നമുക്ക് ഈ ഒരു ഇങ്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഇങ്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു പെൻസിൽ വെച്ചിട്ട്, അതായത് എന്തെങ്കിലും സ്റ്റിക്ക് മതി കേട്ടോ, നമുക്കത് വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ നൂലൊക്കെ നന്നായിട്ട് നനഞ്ഞ് കുതിർന്ന് ഇങ്ങനെ ആ ഒരു ലിക്കേൻ്റെ ബോട്ടിലേക്ക്, അതായത് ഇങ്ക് വെല്ല് ഉള്ളിലായിട്ട് ഒതുങ്ങി നിന്ന് നല്ലോണം എന്ത് വേണം, അതൊരു കുതിർന്ന് നിൽക്കണ പോലെ വേണം. അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ മിക്സിങ് കറക്റ്റ് ആവുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഇങ്ക് ആവശ്യമുണ്ട്. ഞാൻ കുറച്ചുകൂടി ഇങ്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലിക്ക ഇങ്ങനെ പൊങ്ങി നിൽക്കരുത് കേട്ടോ. എപ്പോഴും അതിങ്ങനെ നനഞ്ഞ് കുതിർന്ന് വേണം കിടക്കാൻ. അപ്പോൾ ഇതിലുള്ള ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒന്നും കൂടെ പറയാണ്, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾക്ക് കാലിഗ്രാഫിയോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ കഴിയുന്നവരൊക്കെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്യാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഇങ്ക് കുറച്ചൊരു കുറവ് പോലെയായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ, നമ്മൾ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇങ്ക് കുറവാണോ കൂടുതലാണോ എന്നൊക്കെ ഉള്ളത്. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ എഴുതി നോക്കിയപ്പോൾ ഫസ്റ്റ് എഴുതിയപ്പോൾ കുറവായിരുന്നു, ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കലം യൂസ് ചെയ്യാന്നുള്ളതും എങ്ങനെയാണ് കാലിഗ്രാഫി പഠിക്കുക എന്നൊക്കെയുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.